ഹായ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഊണിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 കറികളുടെ റെസിപ്പിയാണ്. വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് മസാലയും ബീട്രൂട്ട് തൈര് കറിയുമാണ്. തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൈര് കറിയാണ് കേട്ടോ. അപ്പോൾ ഈ 2 കറികളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 1/4 കിലോ വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു 10-15 വെണ്ടയ്ക്ക വരുവേ. ഇത് ആദ്യം എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ അല്ല, ജസ്റ്റ് അതിൻ്റെ ആ ഒരു പശ ഉണ്ടല്ലോ, ഒരു വഴുവഴുപ്പുണ്ടല്ലോ വെണ്ടയ്ക്കയ്ക്ക്, അതൊന്ന് മാറി കിട്ടണം. ഒരു 1-2 മിനിറ്റ് എണ്ണയിൽ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ആ ഒരു വഴുവഴുപ്പങ്ങ് മാറിക്കിട്ടും. അല്ലെങ്കിൽ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം കൂടി കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് കുറച്ച് എണ്ണയിൽ ചെയ്താൽ മതി. അപ്പോൾ അതേ വെണ്ടയ്ക്ക ഇപ്പം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഡ്രൈ ആയി, അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ മാറ്റാം. ഇതേ പാനിൽ തന്നെ ഒരല്പം കൂടി എണ്ണ ഒഴിക്കുക, കുറച്ച് മതി. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടു. ഇതിൻ്റെ കൂടെ ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചപ്പൊന്ന് മാറണം, ഒത്തിരി നിറം ഒന്നും മാറണ്ട. വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പം ഒരു വലിയ സവോള ഇതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വഴറ്റി കഴിയുമ്പം 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഉരുളക്കിഴങ്ങ് ഒരു 1/4 വേവ് ആയതിനു ശേഷമാണ് ഇതിനകത്ത് പൊടികളും പിന്നെ വഴറ്റി വെച്ച വെണ്ടയ്ക്കയൊക്കെ ചേർക്കണ്ടേ. ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നന്നായിട്ട് വഴറ്റി പൊടികളൊന്ന് മൂത്ത് വരണം, അതിൻ്റെ പച്ചപ്പ് മാറണം. പൊടികൾ മൂത്ത് കഴിയുമ്പം നമ്മൾ ആദ്യം വഴറ്റി വെച്ച വെണ്ടയ്ക്ക ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ പാകത്തിനുള്ള ഉപ്പിടണം. കുറച്ച് നാരങ്ങ നീര്, ജസ്റ്റ് ഒരു 1 ടീസ്പൂണൊക്കെ മതി, ചെറിയൊരു പുളി കിട്ടാനായിട്ടാണ്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഈ വെണ്ടയ്ക്കയിലോട്ട് മസാലയൊന്നും പിടിക്കാതിരിക്കും. അപ്പോൾ വളരെ കുറച്ച് വെള്ളം മതി, കാരണം ഉരുളക്കിഴങ്ങൊക്കെ വെന്തതാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു നല്ലൊരു മസാല പോലെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരല്പം വെള്ളം, കൂടി പോകണ്ട കേട്ടോ. ഇനി ഇത് ചെറിയ തീയിൽ അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വേവും. ആ സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ട് തൈര് കറി ഉണ്ടാക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഒരു അല്പം എണ്ണ, വളരെ കുറച്ച് മതി, വെളിച്ചെണ്ണയാണ് കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1 ടീസ്പൂൺ ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിഞ്ഞത്, കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ 1-2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ ആ ഒരു പച്ചപ്പൊന്ന് മാറണം. ഇഞ്ചി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റർ ഇല്ലെങ്കിൽ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താൽ മതി. നമ്മൾ പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബീട്രൂട്ട് അരിയത്തില്ലേ, അതുപോലെ അരിഞ്ഞാൽ മതി. നല്ലോണം എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബീട്രൂട്ടിൻ്റെ ആ ഒരു ചുവയൊന്ന് മാറാനായിട്ടാണ്. ഇതിൽ പാകത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചെറിയ തീയിൽ ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഒത്തിരി വേവേണ്ട ആവശ്യമില്ല, ബീട്രൂട്ട് നല്ലോണം ഒന്ന് വാടി വന്നാൽ മതി, അതാണ് ടേസ്റ്റ്. ഒരു ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം, വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് വാടിയിട്ടുണ്ടാവും. അത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇത് നല്ല ചൂടാണ്. ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് തൈരൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ബീട്രൂട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു സവോള, ഒരു ചെറിയ സവോള ഇതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവോള വേവിക്കരുത് കേട്ടോ, പച്ചക്ക് തന്നെയാണ് ചേർക്കേണ്ടത്, നമ്മൾ സാലഡിലൊക്കെ ചേർക്കുന്ന പോലെ, അതാണ് ടേസ്റ്റ്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈരിന് അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഞാനൊരു 1.5 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് തൈര് കറി റെഡിയാവും. ഈ തൈര് കറി ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒരു കറി ഇല്ലെങ്കിലും ഈ തൈര് കറി മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ബീട്രൂട്ടിൻ്റെ ചെറിയൊരു മധുരവും പിന്നെ തൈരിൻ്റെ പുളിയും ഇടയ്ക്ക് സവോള, പച്ച സവോളയൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക മസാലയും റെഡി ആയിട്ടുണ്ട്. ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള 2 കറികളാണ്. ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും നിങ്ങൾക്കൊരു സൈഡ് ഡിഷായിട്ട് റെഡിയാക്കാം. 2 കറികളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.